നമ്മൾ മരിക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലിയാൽ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിക്റിനെ കുറിച്ച് പറഞ്ഞത് മൻ ഉസിഖഹുന്ന ഇൻദ മൗതിഹി, ഒരാൾ മരിക്കുന്ന സമയത്ത് ഇത് ചൊല്ലാൻ അയാൾക്ക് സാധിച്ചാൽ ലം തമസ്സഹുന്ന, നരകം അയാളെ സ്പർശിക്കുകയില്ല. മറ്റൊരു റിവായത്തിലുള്ളത്, ഇമാം തിർമിദിയുടെ റിവായത്തിലുള്ളത്, മൻ ഖാലഹാ ഫീ മറദിഹി സുമ്മ മാത്, ഒരാൾ രോഗിയായി കിടക്കുകയാണ്, മരണസാധ്യതയുള്ള ഒരു രോഗമാണെങ്കിൽ പ്രത്യേകിച്ചും, ആ സമയത്ത് ഇത് പറഞ്ഞാൽ സുമ്മ മാത, എന്നിട്ട് മരണപ്പെട്ടാൽ ലം തത്അമുഹു നാർ, ആ വ്യക്തിയെ നരകം ഭക്ഷിക്കുകയില്ല, നരകം സ്പർശിക്കുകയില്ല. അപ്പോൾ മരിക്കുന്നതിൻ്റെ മുമ്പായി ചൊല്ലേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇബ്നു മാജയും ഇമാം തിർമിദിയും മറ്റു പല പണ്ഡിതന്മാരും ഉദ്ധരിക്കുകയും സ്വഹീഹെന്ന് ധാരാളം പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുകയും ചെയ്ത ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അതേപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അവർ പറയുകയാണ്, അന്നഹുമാ ഷഹിദ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതിന് അവർ സാക്ഷികളായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ നേർക്ക് നേരെ നബിയിൽ നിന്ന് കേട്ടതാണ്, അവർ സാക്ഷികളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയുമ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇദാ ഖാലൽ അബ്ദു, ഒരു അടിമ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, എന്താണ് പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വല്ലാഹു അക്ബർ. ഒക്കെ നമുക്ക് ഹിഫ്ളുള്ളതാണ്. പ്രത്യേകിച്ച് ഹിഫ്ളാക്കാൻ പരിശ്രമിക്കേണ്ട ഒരു വേർഡും ഈ 5 ദിക്റിലില്ല. അപ്പോൾ ആദ്യം പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, വല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. ഇത് തൗഹീദിന്റെ വാക്കാണ്. ഇങ്ങനെ ഒരു അടിമ പറഞ്ഞാൽ യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു തആല പറയും, സദഖ അബ്ദി, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ഇലാഹില്ല. വ അനല്ലാഹു അക്ബർ, ഞാനാകുന്നു അല്ലാഹു, ഞാൻ ഏറ്റവും വലിയവനാകുന്നു. അപ്പോൾ ആ അടിമ പറഞ്ഞതിനെ അല്ലാഹു സത്യപ്പെടുത്തുന്നതാണ്, അല്ലാഹുവും സാക്ഷ്യപ്പെടുത്തും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സാക്ഷ്യപ്പെടുത്തുന്നതാകുന്നു. വീണ്ടും വഇദാ ഖാലൽ അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ഇത് നമുക്കറിയാവുന്ന വേർഡാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാണ്. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സദഖ അബ്ദി ലാ ഇലാഹ ഇല്ലാ അന വഹ്ദി, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, ഞാനല്ലാതെ ആരാധ്യനില്ല, ഞാൻ ഏകനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വീണ്ടും മൂന്നാമത്തത് വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. ഇതും സുപരിചിതമായ വേർഡാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, ലാ ശരീക ലഹു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സദഖ അബ്ദി, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, ലാ ഇലാഹ ഇല്ലാ അന വലാ ശരീക ലി, ഞാനല്ലാതെ ആരാധ്യനില്ല, എനിക്ക് പങ്കുകാരില്ല. അല്ലാഹുവിന് ഒരു നിലക്കുമുള്ള പങ്കുകാരില്ല. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, ലഹുൽ മുൽക്കു, അവനാകുന്നു സർവ ആധിപത്യവും, വലഹുൽ ഹംദു, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സദഖ അബ്ദി ലാ ഇലാഹ ഇല്ലാ അന ലീ അൽ മുൽക്കു വലിയൽ ഹംദ്, ലിയൽ മുൽക്കു വലിയൽ ഹംദ്, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, ഞാനല്ലാതെ ആരാധ്യനില്ല, എല്ലാ ആധിപത്യവും എനിക്കാണ്, എല്ലാ സ്തുതികളും എനിക്കാണ്
ഇനി അഞ്ചാമത് വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വലാ ഹൗല, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ചലനവുമില്ല, വലാ ഖുവത, ആ ചലിക്കാനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ശക്തിയുമില്ല, ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടും സഹായം കൊണ്ടുമല്ലാതെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും സദഖ അബ്ദി ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി. ഈ 5 കാര്യങ്ങൾ ഇവിടെ നമുക്കറിയാം. ഈ ദിക്റിന്റെ ഒരു ഭാഗം നമ്മൾ പഠിച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. ശേഷം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. പകരം ഇവിടെ ഉള്ളത് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നാൽ ഇതിലെ ഓരോ പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നതിന് മുമ്പ് തഹ്ലീൽ 5 തവണ ആവർത്തിക്കുന്നുണ്ട്. അതാണ് ഈ ദിക്റിന്റെ പ്രത്യേകത. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ടാണ് ചില ലഫ്ളുകളിൽ വന്നിട്ടുള്ളത് കൈകൊണ്ട് അതിനെ എണ്ണിക്കണക്കാക്കുക. യാഖിദുഹുന്ന ഖംസൻ ബി അസാബിഇഹി. ഇമാം നസായിയുടെ റിവായത്തിലുള്ളത് അതാണ്. യാഖിദുഹുന്ന ഖംസൻ ബി അസാബിഇഹി, തൻ്റെ വിരലുകൾ കൊണ്ട് ഈ 5നെയും എണ്ണുക. തൻ്റെ വിരലുകൾ കൊണ്ട് ഈ 5നെയും യാഖിദുഹുന്ന ഖംസൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് മരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ വ്യക്തിയെ നരകം സ്പർശിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നരകത്തിൽ 2 നിലക്കുള്ള ആളുകൾ പ്രവേശിപ്പിക്കപ്പെടും. ഒന്ന്, ഒരിക്കലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാത്തവർ. മറ്റൊന്ന്, ചെയ്ത തിന്മകൾക്കനുസരിച്ച് നരകത്തിൽ കിടന്ന് പിന്നെ സ്വർഗത്തിൽ പോകുന്നവർ. ഇങ്ങനെ 2 നിലക്കാണ് ആളുകൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും മനസ്സിലാക്കുക, ഒരാൾ മുഅ്മിനായി മുസ്ലിമായി എന്നതുകൊണ്ട് നരകത്തിൽ പോകില്ല എന്നില്ല. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഇജ്മാ ഉള്ള കാര്യമാണ്. ഒരു സംശയം അതിൽ വേണ്ടതില്ല. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഹദീസുകളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി അമലാക്കണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ വളരെയധികം സംസാരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫവായിദുൽ ദിക്ർ, ദിക്റിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് അന്നൽ ദിക്റ സബബുൻ ലിതസ്ദീഖി റബ്ബി അസ്സ വജല്ല അബ്ദഹു. ദിക്ർ, ഒരാൾ ദിക്ർ ചെല്ലുമ്പോൾ അള്ളാഹു അടിമയെ സത്യപ്പെടുത്തുന്നുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും സദഖ അബ്ദി, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, ഞാൻ ആ അടിമ പറഞ്ഞതുപോലെയാണെന്ന് ആ വെട്ടിയിട്ടുള്ള വാക്കുകൾ. ഫഇന്നഹു അഖ്ബറ അനില്ലാഹി തആല ബിഔസാഫി കമാലിഹി വനഊതി ജലാലി. അല്ലാഹുവിന്റെ ഔന്നിത്യവും സമ്പൂർണ്ണതയും മഹത്വവുമാണ് ആ അടിമ പറയുന്നത്. ഫഇദാ അഖ്ബറ ബിഹൽ അബ്ദു സദ്ദഖഹു റബ്ബു. അങ്ങനെ ഒരു അടിമ പറയുമ്പോൾ അള്ളാഹു പറയും പറഞ്ഞത് സത്യമാണ്, കാരണം എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളാണ് പറയുന്നത്. വമൻ സദ്ദഖഹു അല്ലാഹു തആല ലം യുഹ്ശർ മഅൽ കാദിബീൻ. അള്ളാഹു ഒരാളെ സത്യപ്പെടുത്തിയാൽ പിന്നെ അവനെ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുകയില്ല. ശ്രദ്ധിക്കുക, അള്ളാഹു പറയണം എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ പറയുന്ന ഒരാളെ അള്ളാഹു പിന്നെ കാദിബീങ്ങളിൽ ഉൾപ്പെടുത്തുകയില്ല. അതുകൊണ്ട് തന്നെ വബുജിയ ലഹു അൻ യുഹ്ശറ മഅസ് സ്വാദിഖീൻ. സത്യസന്ധരായ ആളുകളുടെ കൂടെയായിരിക്കും അയാൾ മഹ്ശറിൽ ഉണ്ടാവുക. കാരണം അള്ളാഹു സത്യപ്പെടുത്തി എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അടിമയെ സത്യപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അയാൾ സത്യസന്ധന്മാരുടെ കൂടെയായിരിക്കും. മാത്രമല്ല, ചില ഉലമാക്കൾ പറഞ്ഞു ഈ ദിക്ർ മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് പറയാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ശ്രദ്ധിക്കുക, ഇവിടെ ഇൻദ മൗതിഹി അല്ലെങ്കിൽ ഇൻദ മറദിഹി എന്ന് പറഞ്ഞത് ഈ ദിക്റിനെ ജീവിതത്തിൽ നിരന്തരം പതിവാക്കുന്ന ആളുകൾക്ക് അത്തരം സന്ദർഭങ്ങളിൽ ഇത് ഓർമ്മയുണ്ടാവില്ല. എപ്പോഴെങ്കിലും ചൊല്ലുന്നവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ ഈ ദിക്ർ ആ സമയത്ത് മാത്രം പറയാൻ പറ്റുന്നതാണോ? അല്ല, ഏത് സമയത്തും പറയാം, ഏത് സമയത്തും പറയാം. എന്നാൽ പ്രത്യേകിച്ചും
ചില രോഗങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആ രോഗശൈലിയിൽ അയാൾ മരണപ്പെടും. അതുകൊണ്ടാണ് ഹദീസുകളൊക്കെ നബിയുടെ വഫാത്തിനെ കുറിച്ച് പറയുന്നിടത്തും സ്വഹാബികൾ മരിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നിടത്തൊക്കെ പ്രത്യേകം പറഞ്ഞത് അവരുടെ മരണമാസന്നമായ രോഗത്തിൽ. കാരണം ആ രോഗം കണ്ടാൽ തന്നെ അവർക്കറിയാം ഇതിൽ നിന്നൊരു റിക്കവറി ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ആ നിലക്കുള്ള രോഗങ്ങൾ, ആക്സിഡൻറ്റുകൾ ഒക്കെ വന്നാൽ ഇത് ഓർത്തെടുത്ത് ഇത് ചൊല്ലാൻ ശ്രമിക്കണം. മാത്രമല്ല അറിയുന്നവർ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ അവർക്കത് പറഞ്ഞെടുക്കുകയും വേണം. അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാരണം ആ സമയത്ത് അവർക്ക് പ്രയാസം തോന്നിയിട്ട് ഇതിനെതിരിൽ വല്ലതും അവർ പറഞ്ഞു പോയാൽ അപകടമാണ്. അപ്പം സ്നേഹത്തോടുകൂടി പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ല നിലക്ക് ഇതവർക്ക് പറഞ്ഞു കൊടുത്താൽ ഖൈറാണ് രോഗികളായി കിടക്കുന്ന ആളുകൾക്ക്. എന്നാൽ മരണം അങ്ങേയറ്റം ആസന്നമായ ആളുകൾക്കാണെങ്കിൽ ഇത് മുഴുവൻ പറഞ്ഞു കൊടുക്കരുത്. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മാത്രം മതി, സിമ്പിളാക്കി കൊടുക്കണം. കാരണം ആ സമയത്ത് തൈസീറാണ് ആവശ്യം. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ മരിക്കാൻ കിടക്കുന്നവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. കാരണം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരാളുടെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിക്റുകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. എപ്പോഴും പതിവാക്കുന്ന ആളുകൾക്ക് അത്തരം സന്ദർഭത്തിൽ അത് ഓർത്തെടുക്കുവാനും ചൊല്ലാനും സാധിക്കും. ഉലമാക്കൾ പറഞ്ഞതുപോലെ തൗഹീദിൻ്റെ മഹത്വമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ദിക്ർ കേവലം നാവുകൊണ്ട് അർത്ഥമറിയാതെ പറയുന്നതിനേക്കാൾ തൗബയുടെ മനസ്സോടുകൂടി ചൊല്ലുകയാണെങ്കിൽ അവർക്കുള്ളതാകുന്നു, അവരെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞത്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനപ്പുറത്ത് തൗബയുള്ള ഒരു മനസ്സോടു കൂടിയാണ് അവർ ചൊല്ലുന്നതെങ്കിൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ്. ഇല്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് എല്ലാ വിശ്വാസികളും എപ്പോഴും ചൊല്ലുന്നതാണ്. 5 വക്ത നമസ്കാരത്തിലും അതേപോലെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോഴും ബാങ്ക് കേൾക്കുമ്പോഴും അതിന് നമ്മൾ റദ്ദ് ജവാബ് പറയുമ്പോഴും അല്ലാത്ത ദിക്റുകളിൽ നമസ്കാര ശേഷവും ഒക്കെ വിശ്വാസികളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരാണ്. അതേ സന്ദർഭത്തിൽ അവർ തിന്മകളും തെറ്റുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കലിമത്ത് ചൊല്ലി എന്നതുകൊണ്ട് മാത്രം അവരുടെ പാപം പൊറുക്കപ്പെടുമോ? ഇല്ല. പിന്നെ ആ പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. 2 കൂട്ടർക്കാണ് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അവർ പൂർണ്ണമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. 2 വിഭാഗം ആളുകൾക്കാണ്. അതിൽ ഒന്ന് മരിക്കുന്ന സമയത്ത് മുസ്ലിമാകുന്ന ആളുകൾക്ക്. അതുകൊണ്ടാണല്ലോ ജൂതനായ ഒരു കുട്ടി മരിക്കാൻ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞു. ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, അല്ലാഹു ആ വ്യക്തിയെ, ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ആ റബ്ബിന് സർവസ്തുതിയും. അപ്പോൾ അത്രയും നേരം അമുസ്ലിമായ ഒരാൾ മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ആ കലിമത്തിലാണ് അഥവാ തൗഹീദിലായിക്കൊണ്ടാണ് ആ വ്യക്തി മരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. അതാണ് അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റബ്ബിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാം, അതുകൊണ്ട് നിങ്ങൾ ആ കലിമത്തൊന്ന് പറ എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല. അപ്പോൾ ഒരു വിഭാഗം അതാണ്. 2ാമത്തെ വിഭാഗം മുസ്ലിമീങ്ങൾ തന്നെയാണ്, പക്ഷെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഹറാമ് ചെയ്തിട്ടുണ്ട്, പല നിലക്കും നമസ്കാരങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ മരിക്കാൻ കിടക്കുമ്പോൾ ശരിക്കും പേടി വരിക എന്ന് വിചാരിക്കും ഒരു മുസ്ലിം. അയാൾക്കറിയാം ഞാനിനി ജീവിക്കില്ല, ഞാൻ മരിച്ചു പോകും, അങ്ങനെയുള്ളൊരു രോഗമാണ് എനിക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആക്സിഡൻ്റാണ് എനിക്ക് പറ്റിയത്, ഇനി എനിക്ക് ജീവിതത്തിലേക്ക് വരാനോ മറ്റ് കർമ്മങ്ങൾ ചെയ്യാനോ എനിക്ക് കഴിയാത്ത സാഹചര്യം. ആ സമയത്ത് തൗബയുടെ മനസ്സോടുകൂടി ഒരാൾ ഈ കലിമാത്തുകൾ ചൊല്ലിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഇലാ ആഖിരിഹി അങ്ങനെ ചൊല്ലിയാൽ അവരും നരകത്തിൽ പോവാതെ അവരുടെ കഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്ത് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ദിക്ർ ഞാനും നിങ്ങളും ഹൃദയസ്ഥമാക്കുക, സാധിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക, രോഗികൾക്കും മറ്റും ഇത് പറഞ്ഞു കൊടുക്കുക, മരണമാസന്നമായവർക്കും ഇത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും തൗഹീദിൽ ജീവിപ്പിക്കുകയും തൗഹീദിൽ തന്നെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.